ഭാവനയുടെ തിരകളാൽ തീർന്ന ഭക്തിസാന്ദ്ര സഞ്ചാരത്തിലേക്ക് സ്നേഹസമൃദ്ധമായ സ്വാഗതം. ഭക്തിസാന്ദ്രമാകുന്നു ഇന്നത്തെ ദിവസം. അപുണ്യങ്ങളൊക്കെ നീക്കിയൊരു തിരുവ്രതാരംഭം. 41 ദിവസത്തെ കഠിനവ്രതമെടുത്ത് എൻ്റെ മോളും അമ്മയും കുട്ടൻചേട്ടനും പുണ്യഭൂമിയായ ശബരിമലയിലേക്ക് ഒരു യാത്ര. കൂട്ടത്തിൽ സജുചേട്ടനും ചിറ്റപ്പനും ചിറ്റയും ഉണ്ണിയും ഉണ്ട് കേട്ടോ. അപ്പോൾ പോകാം കെട്ടുമുറുക്കിൻ്റെയും ശരണം വിളിയുടെയും സ്നേഹക്കൂട്ടായ്മയിലേക്ക്. ഇതൊരു തീർത്ഥയാത്ര, ഒറ്റ മനസ്സായ വിശ്വാസം. കെട്ടുമുറുക്കിന് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ തലേദിവസമേ വാങ്ങിയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഒന്നൊഴികെ നെയ്യ് നിറയ്ക്കാനുള്ള തേങ്ങ, അതൊക്കെ വാങ്ങിയിട്ടുള്ള വരവാണേ കുട്ടേട്ടൻ. നെയ്ത്തേങ്ങയൊക്കെ മേടിച്ച് വീട്ടിൽ വെച്ചിട്ട് ഞാനും കുട്ടൻചേട്ടനും തക്കുവും കൂടെ കുളത്തിനാൽ വരെ പോയി. കുളത്തിനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആർക്കും മനസ്സിലാവണമെന്നില്ല. അയ്യപ്പൻ്റെ തിരുവാഭരണം എടുക്കുന്ന കുടുംബം. ഇതാണ് ശ്രീ ഗംഗാധരംപിള്ള ഗുരുസ്വാമി. അദ്ദേഹമാണ് തിരുവാഭരണം എടുക്കുന്നത്. വൈകിട്ടത്തെ ശരണം വിളിക്ക് വയ്ക്കാൻ അയ്യപ്പൻ്റെ ഫോട്ടോ കുളത്തിനാലൂന്നാണ് എടുത്തത്. അവിടുന്ന് ഫോട്ടോയൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് ചിറ്റപ്പനും ചിറ്റയും ഉണ്ണിയൊക്കെ വന്നു. വേണ്ടപ്പെട്ടവരൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പരസ്പരം വർത്തമാനം പറച്ചിലായി. അന്നത്തെ ദിവസത്തെ ചടങ്ങിനെക്കുറിച്ചുള്ള ഡിസ്കഷനും നടത്തും. ചിറ്റപ്പനും ചിറ്റയും കൂടെ കെട്ടുമുറുക്കിനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് അതിൻ്റേതായ രീതിയിൽ അത് വേർതിരിച്ച് വയ്ക്കുക. തക്കു ആദ്യമായിട്ട് കാണുന്ന എക്സൈറ്റ്മെൻറ്റിലാണ്. ചിറ്റപ്പനോട് ഓരോ സംശയങ്ങളൊക്കെ ചോദിച്ചിട്ട് അവളും കൂട്ടത്തിൽ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. തക്കു ആണെങ്കിൽ ഒരു അമ്പലത്തിൽ പോയപ്പോൾ പോക്കിമാൻ്റെ കുറച്ച് കാർഡ്സ് വാങ്ങി. ഉണ്ണിയാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര ക്രേസിയാണ്. അപ്പോൾ കുട്ടൻചേട്ടനോട് ചോദിച്ചു, കുട്ടൻചേട്ടാ ഇത് ഒറിജിനൽ പോക്കിമാൻ്റെ കാർഡാണോ എന്ന്. അതിൻ്റെ റെസ്പോൺസ് എന്താണ് കുട്ടൻചേട്ടൻ പറഞ്ഞതെന്ന് ഞാൻ കേട്ടില്ല കേട്ടോ. തക്കു എഴുതിയ കഴ്സീവ് റൈറ്റിങ് ചേച്ചിക്ക് വാട്സപ്പിൽ ഫോട്ടോ ഇട്ട് കൊടുക്കുമായിരുന്നു കുട്ടൻചേട്ടൻ. ആ സമയമായപ്പോഴത്തേക്ക് ഉച്ചക്കലത്തേക്കുള്ള ഫുഡൊക്കെ വന്നു കേട്ടോ. ഉച്ചക്കലത്തേക്കുള്ള ഫുഡ് നമ്മൾ പുറത്ത് ഓർഡർ ചെയ്യുവാണ് ചെയ്തത്. സദ്യ, സാമ്പാർ, അവിയൽ, പുളിശ്ശേരി, പച്ചടി, കിച്ചടി, പാവയ്ക്ക കൊണ്ടാട്ടം, പായസം എന്നു വേണ്ട സകല സാധനം ഉണ്ടായിരുന്നു. അമ്മയും തക്കും കന്നിമലയാണേ. അപ്പോൾ ആദ്യമായിട്ട് പോകുന്നത് കൊണ്ട് ചെറിയൊരാഘോഷം. സദ്യ വിളമ്പുന്ന തിരക്കിൽ എല്ലാവരും കഴിക്കുന്ന വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഉണ്ണി എന്ത് ചെയ്തെന്നറിയാമോ? ഞാൻ കഴിക്കുന്ന വീഡിയോ എടുത്തിട്ട് എനിക്ക് തന്നു. ഞാൻ കുത്തിക്കയറ്റി കഴിക്കുന്ന വീഡിയോ കണ്ടിട്ട് ആരും എന്നെ കുറ്റം പറയരുത് കേട്ടോ. കാരണം ഫുഡ് കുറച്ച് ഓവറായി പോയേ. സദ്യ കണ്ടാൽ മയങ്ങി വീഴാത്ത ഒരു മലയാളി ഇല്ലല്ലോ അല്ലേ. ബിരിയാണി ഒരു വികാരം എന്ന് പറയുന്ന പോലെ സദ്യ മറ്റൊരു വികാരമാണ്. ഒരു സ്വാമി ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. ആരാണെന്നല്ലേ? ഞങ്ങളുടെയൊക്കെ സ്വന്തം അളിയൻ സൈച്ചേട്ടൻ. ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി നേരത്തെ ലീവൊക്കെ റെഡി ആയതായിരുന്നു. സൈച്ചേട്ടൻ ശരിക്കും ഇപ്പോൾ ചെന്നൈയിലാണ്, CRPFലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ പെട്ടെന്ന് കോയമ്പത്തൂരിലേക്കൊരു ഡ്യൂട്ടി വന്നപ്പോൾ മൊത്തത്തിൽ താളം തെറ്റി. കോയമ്പത്തൂരിൽ നിന്ന് ലീവ് കിട്ടാൻ കുറച്ച് പാടുപെട്ടു. കിട്ടിയതോ ശബരിമലയിൽ പോകുന്നതിൻ്റെ അന്ന് രാവിലെ. കോയമ്പത്തൂരായതുകൊണ്ട് രക്ഷപ്പെട്ടു. ഒരു 6 മണിക്കൂർ യാത്ര കൊണ്ട് നമുക്ക് പന്തളത്തെത്തിപ്പെടാം. സൈച്ചേട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുക. സൈച്ചേട്ടൻ വരുന്നത് 7:30 കറക്റ്റ് കെട്ടുമുറുക്കുന്ന സമയം. പക്ഷേ അതും ഒരു ഭാഗ്യമാണ് കേട്ടോ. ലീവ് കിട്ടുക, അയ്യപ്പനെ കാണാൻ പോവുക, പരീക്ഷണം എന്ന് തന്നെ പറയാം. സമയം സന്ധ്യാവാറായി കേട്ടോ. ഇനിയാണ് ശരണം വിളിയുടെയും പ്രാർത്ഥനയുടെയും കെട്ടുമുറുക്കിൻ്റെയും സമയം. പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള പൂവൊക്കെ റെഡിയാക്കുവാണ് കേട്ടോ. കൂട്ടത്തിൽ ചെറിയ ചെറിയ വർത്തമാനങ്ങളും നാട്ടുവർത്തമാനങ്ങളാണേ. ഇന്നത്തെ കെട്ടുമുറുക്കും ശരണം വിളിയൊക്കെ ഉണ്ണിച്ചേട്ടൻ്റെ നേതൃത്വത്തിലാണ്, ഉണ്ണിച്ചേട്ടൻ്റെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. ഉണ്ണിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ ശ്രീ ഗംഗാധരംപിള്ള സ്വാമിയുടെ മകനാണ്, തിരുവാഭരണം എടുക്കുന്ന കൂട്ടത്തിലൊരാൾ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. പന്തളംകാരുടെ സ്വകാര്യ അഹങ്കാരമാണ്, അതെപ്പോഴും അഹങ്കാരം തന്നെയാണ്. അയ്യപ്പനും അയ്യപ്പൻ്റെ കൊട്ടാരവും അയ്യപ്പൻ്റെ തിരുവാഭരണവും ഇപ്പോൾ ശരിക്കും എൻ്റെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഒരു പെൺകുഞ്ഞിൻ്റെ അമ്മ ആയതുകൊണ്ട് തന്നെയാണ് മെയിൻലി അതിൻ്റെ കാരണം. കാരണം പെൺപിള്ളേർക്ക്
സമയമുണ്ടല്ലോ ശബരിമലയിൽ പോകുന്നതിന്. ഭയങ്കര ആഗ്രഹമായിരുന്നു തക്കുവിനെ ഒന്ന് ശബരിമലയിൽ കൊണ്ടുപോകണം, മല ചവിട്ടിക്കണം എന്നുള്ളത്. എപ്പോഴും അത് പ്ലാൻ ചെയ്യും, പക്ഷേ നടന്നിട്ടില്ല. ഈ പ്രാവശ്യം എല്ലാവരും കൂടെ മുൻകൈ എടുത്ത് 41 ദിവസത്തെ വ്രതം എടുത്ത് എൻ്റെ കുഞ്ഞിന്ന് മല ചവിട്ടാൻ പോവാണ്. അതിൽ കൂടുതൽ സന്തോഷമൊന്നും എനിക്ക് വേണ്ട. രാമ പാഹി മാം രാമ 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 പാഹി മാം രാമപാദം ചേരേ മുകുന്ദ രാമ പാഹി മാം മുകുന്ദ രാമ പാഹി മാം രാമ 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 പാഹി മാം രാമപാദം ചേരേ മുകുന്ദ അയ്യപ്പ ഹരേ അയ്യപ്പ പാഹി മാം ശബരി മാമല ശാസ്താവി പാഹി മാം അയ്യപ്പ പാഹി മാം ശബരി മാമല ശാസ്താവി പാഹി മാം ശരണമയ്യപ്പ 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 ശരണമയ്യപ്പ. ശരണം വിളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തത് കെട്ടുമുറുക്കാണ്. അതിനു മുന്നേ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോവാണേ. വൈകിട്ടത്തേക്കും നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിരുന്നു. ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും വടയും ചായ ഉണ്ടായിരുന്നു. ഇന്ന് ഈ ശരണം വിളിയിലെ ഞങ്ങളുടെ കൂടെ ശിവൻ ചിറ്റപ്പനുണ്ട്, ഗീതക്കുഞ്ഞമ്മയുണ്ട്. ഗീതക്കുഞ്ഞമ്മ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അമ്മയുടെ അനിയത്തിയാണ്. ഗീതക്കുഞ്ഞമ്മയുടെ ഹസ്ബൻഡാണ് ശിവൻ ചിറ്റപ്പൻ. പിന്നെ ജലജ ചേച്ചി, സജയൻ ചേട്ടൻ, മോള്. ജലജ ചേച്ചി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അമ്മയുടെ ചേച്ചിയുടെ മോളാണ്. പിന്നെ ഞങ്ങളുടെ സ്വന്തം അല്ലേട്ടനും ആശ ചേച്ചിയും, പിന്നെ സ്മിത ചേച്ചി, രമേശ് ചേട്ടനും ഗൗരീഷും. എൻ്റെ ചേച്ചിയും ചേട്ടനുമാണ് സ്മിത ചേച്ചിയും രമേശ് ചേട്ടനും. അവരുടെ രണ്ടുപേരുടെ മോനാണ് ഗൗരീഷ്. ചിറ്റപ്പനും കുടുംബവും, ചേച്ചി, പൊന്നു, മാമന്, മാമി, ശ്രീരാജ്, ശ്രീരാജിൻ്റെ അച്ഛൻ. ശ്രീരാജ് അലയിലുള്ളതാണ് കേട്ടോ. കുടത്തി ആറുമുളയിലാണ് വീട്. ഇനിയും കണ്ണും മനസ്സും ഒരുപോലെ നിറയ്ക്കാം. എൻ്റെ കുഞ്ഞു മാളികപ്പുറം തേങ്ങയിൽ നെയ്യൊഴിക്കുവാണേ. ശരണമയ്യപ്പ 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 അയ്യപ്പ ശരണമയ്യപ്പ 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 വരൂ അതൊക്കൂ ശരണമയ്യപ്പ ശരണമയ്യപ്പ അങ്ങനെ ശബരിമലയിലേക്കുള്ള കെട്ടൊക്കെ നിറച്ച് റെഡിയായി കേട്ടോ.
ശരണമയ്യപ്പ 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 ഇതിനകത്തിലെ നാണയവാ ശരണമയ്യപ്പ അയ്യപ്പ ശരണമയ്യപ്പ അപ്പ തൊട്ടേക്ക് തിരിഞ്ഞു നോക്കല്ലേ തക്കു ശരണമയ്യപ്പ രണ്ട് കൈ നോക്കല്ലേ ഒന്നും നോക്കല്ലേ തക്കു അയ്യപ്പ ശരണമയ്യപ്പ 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 അയ്യപ്പോ 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 അയ്യപ്പോ. അങ്ങനെ അവർ കെട്ടൊക്കെ കെട്ടി അയ്യനെ കാണാൻ റെഡിയായി കേട്ടോ. ശേഷം ശബരിമലയിലേക്ക്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റ ബൈ ബൈ. സീ യു. ഗുഡ് നൈറ്റ്.